ജെയിംസ് ബോണ്ട് ഐലൻഡ് നമ്മൾ കണ്ടതിന് ശേഷം അടുത്തത് നമ്മൾ പോയത് ഫനാങ് ബേയിലെ കടൽ ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വലിയ ആ ബോട്ടിൽ നിന്ന് നമ്മളെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഈ കയാക്കിംഗ് ഒക്കെ നടത്തുന്നില്ല, അതുപോലുള്ള ചെറിയ ചെറിയ ഇങ്ങനത്തെ ബോട്ടിൽ കയറ്റിയിട്ട് നമ്മളെ ഈ പറഞ്ഞ പോലെ ഗുഹയ്ക്കകത്തൂടെ, അതായത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു ചെറിയ ആ ഒരു ബോട്ടിൽ കയറാൻ പെട്ട പാട് എനിക്കെപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് പേടി വരുന്നു. കാരണം നമ്മൾ ജസ്റ്റ് കാല് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോവുകയാണ്. ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനകത്ത് അങ്ങനെ വീണ് ചത്തുപോകുമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ. എന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. കാരണം ഭൂമിയിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ആലോചിച്ച് പോകും. അത്രയ്ക്കും മനോഹരം ആ ഒരു കയറാനുള്ള ഒരു പാട്. അതുപോലെ തന്നെ നമ്മൾ അറിയാമല്ലോ, ഈ കയാക്കിങ്ങിൽ പോകുന്ന ആ ഒരു ചെറിയ ബോട്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, അത്രയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ വീഴും, അങ്ങനത്തെ രീതിയിലുള്ള ഒരു കുഞ്ഞു ബോട്ടാണെന്നല്ലോ അത്. കുഞ്ഞു ബോട്ടെന്ന് പറയാൻ പറ്റില്ല, വഞ്ചിയെന്ന് വേണമെങ്കിൽ പറയാം. എന്തോ ആയാലും അതിനകത്തൊക്കെ കയറി അന്നേരം അവർ പറയുന്നുണ്ട്, അവർ കുറേ ഇൻസ്ട്രക്ഷൻ നമുക്ക് തരും കേട്ടോ. ഇത് മുന്നേ പോകുന്നത് പിള്ളേർ കയറിയതാണ്. അവർക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറയുന്ന രീതിയിൽ നേരെ ഇരിക്കുകയൊക്കെ ചെയ്യും. ഞാനാണെങ്കിൽ പകുതി സമയം കിടന്നാണ് പോയത്. കാരണം ഇത് കണ്ടില്ലേ, ഈ ഒരു പാറയുടെ ഒക്കെ വരുമ്പോൾ അവർ പറയും തല കുനിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ തല മുട്ടുമെന്നൊക്കെ പറയും കേട്ടോ. തല നമ്മൾ അവിടെ ഇടിക്കും, തല ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ. ഇവർക്ക് ഇത് ഭയങ്കര പ്രാക്ടീസാണ്. പക്ഷേ അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പം പണി കിട്ടും. അതുകൊണ്ട് നമ്മളന്നേരം ഈ പറഞ്ഞ പോലെ, എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ അറിയാമല്ലോ, എനിക്ക് വണ്ണമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവർ പറയുന്ന രീതിയിലൊന്നും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഇരുന്നും കിടന്നും ഒക്കെ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ പറ്റി. എന്തായാലും ഇത് പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയിരുന്നതിന്. അത്രയ്ക്കും മനോഹരമായിരുന്നു ഈ ഒരു കാഴ്ചകൾ. എൻ്റെ മോൻ അവിടുന്ന് ഞങ്ങളുടെ ഫോട്ടോ, അതായത് ഞാനിങ്ങനെ എടുക്കുന്നതുകൊണ്ട് എൻ്റേത് കിട്ടത്തില്ലല്ലോ, അപ്പോൾ തിരിച്ച് അവനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഗുഹയാണ് ആ അതായത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയ ഗുഹ. ആ ഒരു ഗുഹയ്ക്കകത്തൂടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. ചുറ്റിനും എന്താ പറയുക, കോറൽസ് അങ്ങനത്തെ രീതിയിൽ, അതിനിടയ്ക്ക് കുറേ പച്ചിപ്പ്, നമ്മൾ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ പച്ചിപ്പ്. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മൂവീസിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ നേരിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു യാത്ര ഞാൻ ഈ തായ്ലൻഡിൽ പോയതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറിയത് ഈ ഒരു യാത്രയാണ്. കുറച്ചൊന്ന് ബുദ്ധിമുട്ടി, എന്നാലും ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഞാൻ മറക്കില്ല ഈ ഒരു യാത്ര. അതിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ഞാൻ ഈ പറയുന്നതും ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അടുപ്പിച്ച് ഇത്രയും കുറേ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ മെമ്മറീസിൽ, അല്ലെങ്കിൽ എൻ്റെ പിള്ളേർക്കും ഒക്കെ എന്നും മെമ്മറീസിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നഷ്ടമായി പോകും. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കി ഇത് അപ്ലോഡ് ചെയ്ത് ഇട്ടേക്കുന്നത്. എന്തായാലും യൂട്യൂബിലുണ്ടാവുമല്ലോ എപ്പോഴാണെങ്കിലും. വല്ലപ്പോഴും നമുക്ക് ഒന്ന് മനസ്സൊന്ന് എന്താ പറയുക, എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വരുമ്പോൾ ഇതൊന്ന് കാണുമ്പോൾ എന്തായാലും ഒരു ഉണർവ് വരും. കണ്ടില്ലേ, ഈ കറുത്ത് കിടക്കുകയാണ് കേട്ടോ, ഭയങ്കര വെട്ടം പോലും ഇല്ലാതെ ഉള്ള ഗുഹ. ആ ഒരു ഗുഹയ്ക്കകത്തൂടെ നമ്മൾ ഈ വെളിച്ചത്തിലോട്ട് വരുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ, ഭയങ്കര രസമാണ്. ഇതൊക്കെ കടന്നുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ആ ഒരു ആ ഒരു ഇതിൽ കിടന്നുകൊണ്ടാണ് എൻ്റെ ഒരു വീഡിയോ എടുപ്പ്. എന്നാലും എൻ്റെ വീഡിയോ എടുക്കുന്ന സ്കില്ലിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത്രയും ഞാൻ പാടുപെട്ടിട്ടാണ്. എന്നാലും എനിക്ക് ജീവിതത്തിൽ കാണാൻ വേണ്ടിയിട്ട് എന്നും എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ എൻ്റെ മൊബൈലിൽ ഒപ്പിയെടുക്കണമെന്നുള്ള ആഗ്രഹം കാരണമാണ് ഞാൻ ഇത്രയും പാടുപെട്ടിട്ട് എന്താ പറയുക, ഈ വീഡിയോ എല്ലാം ഞാൻ എടുത്തത്. ഭയങ്കര രസമായിരുന്നു, ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ തുഴഞ്ഞുകൊണ്ട് പോകുന്ന ആ ആളുണ്ടല്ലോ, അവരെല്ലാം തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർക്ക് ഇംഗ്ലീഷൊന്നും പറയാനൊന്നും അറിയത്തില്ല. പക്ഷേ അവരുടെ ഭാഷയിൽ പറയുമല്ല, പക്ഷേ അവരെന്തൊക്കെയോ ആംഗ്യ ഭാഷയിലൊക്കെ പിന്നെ നമ്മുടെ അടുത്ത് സംസാരിച്ച് നമ്മളെ അത് മനസ്സിലാക്കി. ചില ഭാഗങ്ങളിലൊക്കെ അവർ നമ്മളെ എന്താ പറഞ്ഞാൽ ചില പാറകളുടെയൊക്കെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞു തന്ന്
ഈ പറഞ്ഞ പോലെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഈ നമ്മൾ 2 ഇതിലല്ലേ പോയത്. അപ്പം ഇടയ്ക്ക് എവിടെയോ വെച്ചിട്ട് പിന്നെ എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ എടുക്കണം എന്നുള്ള നിർബന്ധപ്രകാരം ഇവർ നമ്മൾ ആ 2 ഇതുകൂടെ 2 തോണിയും കൂടെ ഒരുമിച്ചല്ല അടുപ്പിച്ചിട്ടിട്ട് ആ ഫോട്ടോ എടുക്കുന്ന സ്കില്ലും ഒക്കെ അവരുടെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഡെയിലി അവർ എത്ര തവണയായിരിക്കും ഈ ഇതിൽ കൂടെ അവർ എത്ര ആൾക്കാരെയായിരിക്കും ഇങ്ങനെ കൊണ്ടുപോവുക. ഭയങ്കര രസമായിരുന്നു. ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകൾ, അതായത് നമ്മുടെ എന്താ പറയുക, പ്രകൃതിയുടെ വികൃതി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ പാറകളൊക്കെ ഉണ്ടല്ലോ, ഈ പാറകളൊക്കെ ചില സമയം നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും എന്തൊക്കെയോ എന്താ പറയുക, പിന്നെ ഷേപ്പിൽ ഒക്കെ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ ചില സമയത്ത്. അതിനകത്ത് ഒരു സ്ഥലത്ത് വന്നപ്പം അയാൾ പറഞ്ഞു, അത് ചിലയിടത്താണെങ്കിൽ എലഫൻറ്റിൻ്റെ ആകൃതിയിൽ, അതുപോലെ തന്നെ കാട്ടുപോത്തിൻ്റെ ആകൃതിയിലൊക്കെയാണ് ഈ പാറ ഇങ്ങനെ ആയിരിക്കുന്നത്. അതായത് പ്രകൃതി തന്നെ ഇങ്ങനെ പിന്നെ എന്താ പറയുന്നത്, കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആകൃതിയൊക്കെ ചിലപ്പോൾ നമുക്കും തോന്നും കേട്ടോ. അവർ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും അയ്യോ ശരിയാണെന്നല്ലോ, ആനയുടെ കൊമ്പിൻ്റെയും അതുപോലെ ആനയുടെ തുമ്പിക്കൈയും ഒക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും. പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ തായ്ലൻഡിൽ പോവുകയാണെങ്കിൽ ഈ പ്ലേസ് മിസ്സാക്കരുത് കേട്ടോ പ്ലീസ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലാവത്തില്ല, അവിടെ ചെന്ന് അത് അനുഭവിച്ച് കഴിഞ്ഞെങ്കിലേ അത് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഞങ്ങളുടെ ഈ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ഇതുവരെ ഉള്ള എല്ലാ യാത്രകളും നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ കാണാത്ത കാഴ്ചകളൊക്കെ ആയിരുന്നല്ലോ കണ്ടതും കേട്ടതും ഒക്കെ. അങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങനെ കുറേ ഇങ്ങനത്തെ, എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂറായിരുന്നു ഈ കേവിനകത്ത്, ഈ സീ കേവിനകത്തൂടുള്ള നമ്മുടെ യാത്ര. നമ്മൾ കുറേ നേരം ഈ കാലിൻ്റെ വേദന, അതായത് കുറേ നേരം നമ്മൾ സ്ട്രെസ് എടുത്തിട്ടാണ് ഇരിക്കുന്നത്, എങ്ങാനും തറയിൽ പോയാലോ എന്നുള്ള വിചാരിച്ചിട്ടുള്ള ആ സ്ട്രെസ്സിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അവിടുന്ന് കയറാൻ കൂടി തോന്നത്തില്ല കേട്ടോ. കുറേ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് പോകുന്ന തരം യാത്ര. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും, എനിക്കും ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ട യാത്രയായിരുന്നു ഇത്. ജീവിതത്തിൽ നമുക്ക് മറക്കാനും പറ്റത്തില്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ട യാത്ര. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം വേറെ ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും പിന്നീട് വരാം. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ ഇതുവരെ ആസ്വദിച്ചതിന് ഒരുപാട് നന്ദി. ഇതൊക്കെ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് വലിയ പിന്നെ നമുക്കൊന്ന് ശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ യാത്രയൊക്കെ. ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മാക്സിമം യാത്രകളൊക്കെ പോവുക, അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അടിച്ചു പൊളിയെന്നല്ല ഉദ്ദേശിച്ചത്. എന്നാലും നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉണർവ് കിട്ടാൻ ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.